25 കൊല്ലങ്ങൾക്ക് മുമ്പ് ഞാൻ കോഴിക്കോട്ടെ മിഠായി തെരുവിലൂടെ നടന്ന് വരികയാണ്. കോഴിക്കോട്ടെ പ്രദീപം പ്രസിദ്ധീകരണങ്ങളുടെ പത്രാധിപരായിരുന്നു അന്ന് ഞാൻ. ആ നടന്നു വരുമ്പോൾ എതിർച്ച കണ്ണിലൊരു കാര്യം പെട്ടു. കുറേ തുണികൾ വിൽക്കാൻ വെച്ചിട്ടുണ്ട് വഴിവെക്കല്. അതിൽ നല്ലൊരു ജുബ്ബ കണ്ടു. ഞാൻ വന്ന് ആ ജുബ്ബ എടുത്തു. എനിക്ക് വളരെ ഇഷ്ടമായി. പൊതുവെ കറുപ്പ് നിറം, അതിന്റെ സെന്ററിൽ കൂടെ ഒരു നീല നിറത്തൊരു വരയുണ്ട് ആ ജുബ്ബയ്ക്ക്. എന്താ വില എന്ന് ചോദിച്ചു. 100 രൂപ എന്ന് പറഞ്ഞു. 100 രൂപ വളരെ കുറഞ്ഞ സംഖ്യയാണ് കേട്ടോ. അന്നും ഇത്ര കൊല്ല കേൾക്കുന്നത് 100 രൂപയ്ക്ക് ഒരു ജുബ്ബ. തുണിക്ക് എന്ത് വില വരും? ആ തുണിക്ക് നല്ല വില വരും. തുന്നക്കൂലി ഇപ്പം 350 രൂപയ്ക്ക് കൊടുക്കണം. ജുബ്ബ തുന്നണമെങ്കിൽ തുന്നാൻ പറ്റുന്ന ആളെ കിട്ടൂ. അനവധി ചടങ്ങുകളിൽ ഞാൻ ആ ജുബ്ബ ധരിച്ചിട്ടുണ്ട്. അപ്പൊ ചില ചടങ്ങിനൊക്കെ പോകുമ്പോൾ കൂടുതലുള്ള പ്രഭാഷകര് എന്നിട്ട് പിയറാണൻ ഈ ജുബ്ബ ഇവിടുന്ന് വാങ്ങി സ്ട്രീറ്റിൽ നിന്ന് വാങ്ങിയാന്ന് പറയാൻ പറ്റുമോ? വലിയൊരു കടയുടെ പേര് പറയണ്ടേ? ആ കോഴിക്കോട് ഒരു കടയിട്ട് വാങ്ങിയതാണ്. എത്രയോ സമയത്ത് അമൃത TV-യിൽ ഞാൻ 16 കൊല്ലം തുടർച്ചയായിട്ട് സംസാരിച്ചപ്പോൾ ധാരാളം സമയത്ത് ഈ ജുബ്ബയാണ് ധരിക്കുക. അന്ന് ക്യാമറ ചലിപ്പിക്കുന്ന പ്രശാന്ത് പറയും ഈ ജുബ്ബ നടക്കുന്നുണ്ടാക്കുന്നു. എന്റെ ജുബ്ബകളുടെ കൂട്ടത്തിൽ ഏറ്റവും വില കുറഞ്ഞതും നിസ്സാര വിലയ്ക്ക് കിട്ടിയതും. ക്രമേണ ഞാനിപ്പോ ജുബ്ബയെ കുറിച്ചല്ല പറയണം, വേറെ വിഷയം പറയാൻ ജുബ്ബയുടെ ഉദാഹരണം. അതിപരിചയം അവജ്ഞയുണ്ടാക്കും. നമ്മൾ വിചാരിക്കും അതിപരിചയം ഉണ്ടാക്കുന്ന കാര്യം എത്ര സാരി അലമാരയിലുണ്ടെങ്കിലും ഒരു ചടങ്ങിന് പോവാൻ സാരി ഇല്ല എന്ന് സ്ത്രീകൾ പറയാറുണ്ടല്ലോ. അതൊക്കെ ചുറ്റിയതാ. ഇന്ന സാരി നല്ല സാരിയാണല്ലോ. ആദ്യം ഞാൻ പെരുന്നമണ്ണയിലെ കല്യാണത്തിന് പോയപ്പോ ചുറ്റിയതാ. അതിപരിചയം അവജ്ഞ ഉണ്ടാക്കും. ഒരു ഡ്രസ്സ് പലതവണ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ആ ഡ്രസ്സിന് ഒരു കുഴപ്പമുണ്ടാവില്ല, നമുക്കത് ഇഷ്ടാവില്ല, ഒന്ന് പുതിയത് വേണം. അങ്ങനെ ഈ ജുബ്ബ എടുക്കാതെയായി. ഉപേക്ഷിക്കാൻ നിശ്ചയിക്കുമ്പോൾ എന്താണ് കാര്യം എന്നറിയോ? ചിലയിടത്തിനൊക്കെ പഴയ ഡ്രസ്സുണ്ടോ എന്ന് ചോദിച്ചു വരും. ജുബ്ബ ആർക്കും വേണ്ട. കാരണം അത് പതിവായിട്ട് എല്ലാവരും ഉപയോഗിക്കുന്നതല്ലേ. 2 കൂട്ടർക്ക് ഉപേക്ഷിക്കാതെ കൊടുത്തു. ഇത് പോയി കിട്ടാൻ വേണ്ടിയിട്ട്, ഇതൊന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ട് ഉപേക്ഷിച്ചു. പക്ഷേ അവര് കൊണ്ടുപോയില്ല. ബാക്കിയൊക്കെ എടുത്ത് ഇത് അവിടെ തന്നെ ഒരു മൂലയ്ക്ക് കിട്ടും. പഴയ ഡ്രസ്സുണ്ടോ ചോദിച്ച് വരുന്നവർക്ക് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. അഥവാ അവര് നമ്മളെ കണ്ടിട്ട് ഇവിടുന്ന് എടുത്തു കൊണ്ടുവരുന്നാലും പോണ വഴിക്ക് അവർക്ക് ആവശ്യമില്ലാത്തതുകൊണ്ട് അവിടെ ഒരു മൂലയ്ക്ക് എവിടെയെങ്കിലും വലിച്ചെറിയും. നമ്മൾ ധരിച്ച സുപരിചിതമായ ഷർട്ടായിരിക്കും, അതവിടെ മാങ്കാവ് മൈതാനത്തിന്റെ ഒരു മൂലയ്ക്ക് വേസ്റ്റിന്റെ കൂടെ കൊണ്ടിട്ട് കണ്ട കാര്യം ആളുകൾ പറയും. 3 തവണ ഉപയോഗിച്ച് ആർക്കും വേണ്ട. ഇനി പഴംതുണിയുടെ ആവശ്യമായിട്ട് ഉപയോഗിക്കാം എന്നും വെച്ച് മാറ്റിവെച്ചു. 3 കൊല്ലം കഴിഞ്ഞു.
പിന്നീട് അത് ഒരു ദിവസം ധരിച്ചതാന്ന് വിചാരിച്ചൊരു ചടങ്ങിന് പോയപ്പോ കാണുന്നോര് മുഴുവൻ അഭിനന്ദനം, ഇത് നല്ല ഭംഗിയുണ്ടല്ലോ, നമ്മളെ ഉപേക്ഷിച്ചതാണ്. ഈ അനുഭവം എല്ലാവർക്കും ഉണ്ടാവില്ലേ? ഇത് നല്ല ഭംഗിയുണ്ട് കേട്ടോ, ഒരു പുതുമയുണ്ടല്ലോ. പുതുമ എന്ന് പറഞ്ഞാൽ കുറെ കാലം കാണാത്ത എന്തും പുതുമയാണ്. വസ്ത്രധാരണത്തിൽ പുതുമ എന്നൊന്നുമില്ല, നഗ്നതയില്ല. സ്ത്രീകൾ ബ്ലൗസേ ധരിച്ചിരുന്നല്ലോ, എന്നിട്ട് ഇപ്പൊ എന്തായി? ഇപ്പൊ വന്നിട്ട് സ്ത്രീകളുടെ ബ്ലൗസിന്റെ കയ്യ് ഇതുവരെ കയ്യാവുന്ന പരിഷ്കാരം വന്നു. ക്രമേണ കുറഞ്ഞു. ഇപ്പൊ കയ്യൊക്കെ പുറത്ത് കാണിക്കുന്ന രീതിയിലാണ് പരിഷ്കാരം വന്നത്. ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അതിപരിചയം ഉണ്ടാകുമ്പോൾ ഗുണമുണ്ടെങ്കിലും വെറുക്കും. അതാണല്ലോ. കുട്ടികൾ ജനിച്ച കാലം മുതൽക്കേ അച്ഛനും അമ്മയും കാലിലിറങ്ങില്ല. അവരുടെ നല്ല സ്വഭാവമാണെങ്കിൽ ഇത് എന്നും കാണുന്നില്ലേ. ഒരു പെൺകുട്ടി പറയാം, അച്ഛൻ ഉണ്ടായിരുന്നു. ഞങ്ങളിവിടെ സംസാരിക്കുമ്പോഴേ അച്ഛൻ ഉണ്ടായിരുന്നു. അച്ഛൻ മാന്യനാണ് കേട്ടോ, ഉത്തരവാദിത്തപ്പെട്ട ആളാണ്. മകളോടുള്ള സ്നേഹം കൊണ്ട് പിന്നെ മിണ്ടിക്കില്ല, പേടിച്ചിട്ട്. പെൺകുട്ടികൾക്ക് വലിയൊരു ആജ്ഞാശക്തിയാണ്. അച്ഛൻ എന്താ കുഴപ്പം? അച്ഛനെ എപ്പോഴും കാണുന്നതാണ്. അച്ഛന്റെ വാക്കിനൊരു വിലയില്ലേ. നമ്മളെവിടെങ്കിലും ചെന്നിട്ട് സംസാരിക്കുമ്പോൾ ചിലവരുടെ അച്ഛനും അമ്മയും ആരെങ്കിലും പറയുമ്പോൾ ഇവര് പറയും, സാറ് സംസാരിക്കട്ടെ, ചെറിയച്ഛൻ ഉണ്ടായിരിക്കുന്നു പറയും. അതിപരിചയം അവജ്ഞ ഉണ്ടാക്കി. ചില ഡ്രസ്സ് ഇതൊന്ന് കീറി കിട്ടിയാൽ മതിയായിരുന്നു ഉപേക്ഷിക്കാൻ. എന്തായാലും കുഴപ്പമുണ്ടായിട്ടാണോ? അല്ല. വാച്ച്, 2 തവണ റിപ്പയർ വാച്ച് ഇനി റിപ്പയർ കയ്യുമ്പോ കെട്ടാലോ. കുറെ കാലമായി അത് കയ്യിൽ കെട്ടണം. ഇനി പുതിയൊരു വാച്ച് കയ്യിൽ കെട്ടണം എന്ന് ആഗ്രഹം. അങ്ങനെ വരുമ്പോ ഉപയോഗിക്കുക, വലിച്ചെറിയുക എന്ന ശീലം ജീവിതത്തിലേക്ക് വരുമ്പോൾ ഇന്നത്തെ പല ആളുകളും നമ്മളെ വെറുക്കില്ലേ. അന്നേ കാണൽ തുടങ്ങിയത് അയാളെ പറഞ്ഞെന്നാ പറയും. പറഞ്ഞൊന്നും ആയിരിക്കില്ല പറയുന്നത് കേട്ടോ, അത് വേറെ കാര്യം. അതൊരു 35 കൊല്ലമായിട്ട് അയാളുടെ പ്രസംഗം ഞാൻ കേൾക്കുന്നതാ. പറഞ്ഞെന്നെ പറയും. പറഞ്ഞെന്നെ പറയാത്തവരുണ്ട്. ഒരിക്കൽ പറഞ്ഞത് അതേ ആംഗിളിൽ പറയാത്തവരുണ്ട്. ഇങ്ങനെ വരുമ്പോ കുടുംബാംഗങ്ങളിൽ നിന്ന് ഒരു അവഗണന ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഏതൊരാൾക്കും വരും. ഈ സാരി ഒന്ന് കീറി കിട്ടിയാൽ നന്നായിരുന്നു, ഈ ഡ്രസ് ഇട്ടിട്ട് മതിയായി. അതുപോലെ എത്ര കാലമായി ഒരാളെ കാണൽ തുടങ്ങിയിട്ട്? കുറെ കാലമായില്ലേ. താലി കെട്ടിയ ദിവസം മുതൽക്ക് ഭർത്താവിനെ കാണൽ തുടങ്ങിയതല്ലേ. ആ താലി കെട്ടിയ ദിവസം മുതൽക്ക് കാണൽ തുടങ്ങിയിട്ട് കുറെ കഴിയുമ്പോൾ വെറുക്കില്ലേ. ഇതൊക്കെ ഒരു ചിന്താധാരയെ പറഞ്ഞുള്ളൂ കേട്ടോ. വെറുക്കാതിരിക്കാൻ ഒരു കാരണമുണ്ട്. ഒറ്റ കാര്യം ചെയ്താൽ മതി. നമ്മുടെ സ്വഭാവം പണ്ടത്തേക്കാൾ കേമമാണെങ്കിലോ. കല്യാണം കഴിഞ്ഞ കാലത്ത് ഇദ്ദേഹത്തിന്റെ സ്വഭാവം ഇങ്ങനെയായിരുന്നില്ല കേട്ടോ. കുറച്ചൊരു ചൂടൊക്കെ ഉണ്ട്. ഇപ്പോഴോ 70 കഴിഞ്ഞു. ഞാൻ ദേഷ്യപ്പെട്ട് കണ്ടിട്ടേ ഇല്ല. സ്വഭാവം കൂടുതൽ നന്നാക്കുക. അച്ഛനമ്മമാരുടെ മുമ്പിൽ കുട്ടികൾ പണ്ടത്തേക്കാൾ നല്ല സ്വഭാവം കാണിക്കുക. ഭാര്യ ഭർത്താവിന് മുമ്പിൽ മുൻപുണ്ടായിരുന്നതിനേക്കാൾ നല്ല സ്വഭാവം കാണിച്ചുകൊണ്ടിരിക്കണം.
അതാണോ ഇപ്പൊ സംഭവിക്കുന്നത് എന്ന് ഞാൻ ചിന്തയ്ക്ക് വിടുകയാണ്. പകരം വയസ്സാകും തോറും ഭ്രാന്ത് കൂടുകയാണല്ലേ അച്ഛന് എന്ന് പറയിപ്പിക്കരുത്. വയസ്സാകും തോറും കൂടുതൽ നല്ല സ്വഭാവം കാണിക്കണം. കാര്യം അല്ലെങ്കിലേ അതിപരിചയം അവസ്ഥയുണ്ടാക്കും. അതിനാണ് ഒരു ജുബയിൽ തുടങ്ങിയ പ്രഭാഷണം. വേറൊരു കാര്യമാണ് ഞാൻ ഇപ്പൊ പറഞ്ഞുകൊണ്ടുവരുന്നത്. അതിപരിചയം അവസ്ഥ ഉണ്ടാക്കാതിരിക്കാൻ എന്ത് വേണം? അന്നത്തേക്കാൾ നല്ല സ്വഭാവം ആയിരിക്കണം. ഒരാർട്ടിസ്റ്റ് ഇതുവരെ അഭിനയിച്ചതിനേക്കാൾ നല്ലത് കാഴ്ചവെക്കണം. എഴുത്തുകാരുടെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട്, ഇപ്പൊ ഓണപ്പതിപ്പിന് കഥ എന്നോട് ചോദിച്ചിട്ട് എവിടെ എത്തിയെന്ന് വിളിച്ച് ചോദിക്കുകയാണ്. അത്ര എഴുതാൻ മടിയാണ്. ഓണപ്പതിപ്പിൽ എത്രയോ കൊല്ലമായിട്ട് എഴുതുമ്പോൾ പുതിയത് ഒന്ന് എഴുതുമ്പോൾ ഇതുവരെ എഴുതിയതിനൊക്കെ കുറച്ച് നന്നാവണ്ടേ? എന്തെങ്കിലും എഴുതിയാൽ മതിയോ? അതിപരിചയം ആപത്നയുണ്ടാക്കും. നിത്യജീവിതത്തിൽ ആപത്നയുണ്ടാക്കും. സംഭവിക്കാതിരിക്കാൻ പണ്ടത്തേക്കാൾ ഭർത്താവിന്റെ സ്വഭാവം വയസ്സാവുന്നതോറും നന്നായിരിക്കണമെന്ന് ഭാര്യയെ കൊണ്ട് പറയിപ്പിക്കണം. ഭാര്യ ഭർത്താവിനെ കൊണ്ടും പറയിപ്പിക്കണം. കുട്ടികളെ കുറിച്ച് രക്ഷാകർത്താക്കൾ പറയണം, പണ്ടത്തെ മാതിരിയല്ല, അവന്റെ സ്വഭാവം നന്നായി വരികയാണ്. ചിന്തയ്ക്ക് വിടുകയാണ് ചെയ്യുന്നത്. നമസ്കാരം.